അങ്ങനെ സമിഅനാ വ അതഅനാ, റസൂലേ ഞങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങൾ റസൂലിന്റെ കൽപ്പനകൾ അനുസരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു സഹാബികളുടെ പ്രഖ്യാപനം. ഈ ഒരു രീതിയിലായിരിക്കണം നാം ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹറാമാക്കിയ, നമ്മിൽ നിന്നും വിലക്കിയ പല കാര്യങ്ങളും, പല ഹറാമായ കാര്യങ്ങളും നാം ഇന്നും കുറ്റബോധമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യസ്ത്രീ പുരുഷന്മാർ അത് കൂടിക്കലരാൻ പാടില്ല. സംഗീതം, മ്യൂസിക് എന്ന് പറയുന്നത് അല്ലാഹു വിലക്കിയ കാര്യമാണ്. ഓരോ മുസ്ലിമിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അവന്റെ ഔറത്ത് മറയുന്നതായിരിക്കണം, അവന്റെ ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കാൻ പാടില്ല. പുരുഷന്റെ വസ്ത്രം സ്ത്രീയോ, സ്ത്രീയുടെ വസ്ത്രം പുരുഷനോ ധരിക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുരോഗമനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള നിയമങ്ങളെ, വിധിവിലക്കുകളെ മുസ്ലിം നാമധാരികൾ പോലും അവർ പോലും അതിനെ പുച്ഛിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഒന്ന് ഡാൻസ് കളിച്ചാൽ, ഒന്ന് പരസ്പരം കൂടിയിരുന്നാൽ, ആണും പെണ്ണും ഒന്ന് പരസ്പരം സ്പർശിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്ത് ഹറാമായ കാര്യം ചെയ്തിട്ടും അവരുടെ ചോദ്യം എന്താണ്? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ്. അവരോട് തിരിച്ചു ചോദിക്കുക, ഒരു കത്തിയെടുത്ത് നിന്റെ വയറ്റിലങ്ങ് കുത്തിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം നിനക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഹറാമുകൾ ചെയ്യുകയും എന്നിട്ട് അതിന് ഓട്ടബുദ്ധി കൊണ്ട് ന്യായങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന പുരോഗമനത്തിന്റെ, ലിബറലിസത്തിന്റെ ആളുകളാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹു വിലക്കിയ കാര്യം അത് ഹറാമാണ്. ആണും പെണ്ണും കൂടിക്കലരൽ അത് ഹറാമാണ്. മ്യൂസിക് പാടില്ല. ഇത് പ്രഖ്യാപിക്കാൻ നമുക്കൊരു മടിയും ഉണ്ടാകരുത്. അത്തരം പ്രവർത്തനങ്ങളോട് യോജിച്ചു പോകാൻ, അതുമായി സഹകരിക്കാൻ ഒരു മുസ്ലിമായ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നാം ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടതില്ല.